സീരിയൽ നടൻ സിദ്ധാർത്ഥ് വേണുഗോപാൽ അന്തരിച്ചു. കുറച്ചുകാലമായി ക്യാൻസർ ബാധിതനായിരുന്ന സിദ്ധാർത്ഥ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ 2 വർഷത്തോളമായുള്ള ക്യാൻസർ പോരാട്ടം അവസാനിപ്പിച്ച് ഇന്നലെ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ചാലക്കുടി സ്വദേശിയായ നടന് ചികിത്സാകാലത്തുടനീളം സർവ്വസഹായങ്ങളുമായി കൂടെയുണ്ടായിരുന്നത് സീരിയൽ നടി സീമാജി നായർ ആയിരുന്നു. അപ്പോഴും സീരിയലുകളിലും സജീവമായിരുന്നു അദ്ദേഹം. അധികമാർക്കും തന്നെ സിദ്ധാർത്ഥ് ഇങ്ങനെയൊരു രോഗത്തോട് പോരാടുകയാണെന്ന് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി എത്തിയ മരണവാർത്ത സീരിയൽ ലോകത്തിനു തന്നെ വലിയ വേദനയായി മാറിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെയാണ് സിദ്ധാർത്ഥ് മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയത്. പരമ്പരയിൽ നായികയായിരുന്ന റെബേക്കയുടെ അനുജത്തി കീർത്തിയുടെ ഭർത്താവായും നായകനായ ജീവയുടെ ഉറ്റ സുഹൃത്തായുമെല്ലാം അഭിനയിച്ച സിദ്ധാർത്ഥ് ആ ഒരൊറ്റ പരമ്പര കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തുടർന്ന് ഭാഗ്യജാതകമടക്കമുള്ള മറ്റനേകം സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് കയ്യടി നേടിയ നടനായിരുന്നു സിദ്ധാർത്ഥ് വേണുഗോപാൽ. ചെറുപ്പം മുതൽ അഭിനയത്തോട് തൽപരനായിരുന്ന സിദ്ധാർത്ഥ് കോളേജ് കാലഘട്ടത്തിൽ പ്രൊഫഷണൽ നാടകങ്ങളിലെല്ലാം സജീവമായിരുന്നു. അങ്ങനെയാണ് സീരിയൽ രംഗത്തേക്ക് എത്തുന്നത്. സ്വകാര്യ ചാനലിൽ അവതാരകനായിരിക്കെ സീരിയൽ സിനിമാ നിർമ്മാതാവായ അരുൺ ഘോഷിലൂടെയാണ് സീരിയലിലേക്ക് എത്തിയത്. അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്നതായിരുന്നു സിദ്ധാർത്ഥിന്റെ കുടുംബം. അച്ഛൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മരണത്തിനു കീഴടങ്ങിയത്. അതിനുശേഷം അമ്മയുടെയും അനുജന്റെയും കൈപിടിച്ചുള്ള യാത്രക്കിടെയാണ് സിദ്ധാർത്ഥിന് രോഗം സ്ഥിരീകരിക്കുന്നത്. ചികിത്സാകാലത്തുടനീളം അനുഭവിച്ച കടുത്ത വേദനകൾക്ക് പരിസമാപ്തി കുറിച്ചാണ് ഇപ്പോൾ മരണത്തിലേക്കും പോയിട്ടുള്ളത്. ഒട്ടനേകം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു സിദ്ധാർത്ഥ്. കരിയറിലും സ്വകാര്യ ജീവിതത്തിലും നിരവധി പ്രതീക്ഷകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ എല്ലാം പാതി വഴിയിൽ അവസാനിപ്പിച്ച് മരണത്തിലേക്ക് പോവുകയായിരുന്നു. ന്യൂറോ എൻഡോക്രൈൻ കോശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അപൂർവവും സങ്കീർണവുമായ ഒരു ക്യാൻസറാണ് ന്യൂറോ എൻഡോക്രൈൻ കാർസിനോമ. ഇതാണ് സിദ്ധാർത്ഥിനെ ബാധിച്ചത്. നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കുകയും അതുവഴി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് ദഹനം, ഹൃദയമിടിപ്പ്, ഉറക്കം തുടങ്ങിയവ നിയന്ത്രിക്കുകയും ചെയ്യുന്ന കോശങ്ങളാണിവ. ഈ കോശങ്ങളിലേക്ക് ക്യാൻസർ എത്തുമ്പോൾ ഇത് പെട്ടെന്ന് വളരുകയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കുകയും ചെയ്യും. രോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗം കൂടിയാണിത്. എന്നാൽ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ വിധി അദ്ദേഹത്തെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണവാർത്ത സീരിയൽ ലോകത്തിന് മുഴുവൻ വേദനയായിരിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.